ഇറാൻ അമേരിക്കൻ ബന്ധത്തിലെ ഓരോ സംഘർഷത്തിലും 1979 ആ ചരിത്രം ഒരു നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ ഒരു രാജ്യം എങ്ങനെ നിസ്സഹായരാക്കി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബന്ദി പ്രതിസന്ധി. ഇന്ന് അമേരിക്ക ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും പേർഷ്യൻ ഗൾഫിൽ സൈനിക വിന്യാസം നടത്തുമ്പോഴും യുദ്ധം തുടങ്ങുമ്പോഴും ഒക്കെ ആ പഴയ പരാജയത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് പറയാനുള്ളത്. ഒരു വൻ ശക്തിയെ 444 ദിവസം മുൾമുനയിൽ നിർത്തിയ ഇറാന്റെ ആ പഴയ നീക്കം ഇന്നും അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ന് പറയുന്നത് ആ കഥയാണ്. 444 ദിവസം അമേരിക്കയെ മുൾമുനയിൽ നിർത്തിയ ഇറാന്റെ ബുദ്ധിയുടെ കഥ. ആ കഥയിലേക്ക് കടക്കാം. ഇത്തരം ചരിത്ര വസ്തുതകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതണല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിമ്മി കാർട്ടർ എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർത്തത് ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന് ഏറ്റ ആ വലിയ തോൽവിയായിരുന്നു. അതായത് അമേരിക്ക തോറ്റു തുന്നം പാടിയിട്ടുണ്ട് ഇറാന് മുന്നിൽ. അത്യാധുനിക ഹെലികോപ്റ്ററുകളും കമാൻഡോകളുമായി ബന്ദികളെ മോചിപ്പിക്കാൻ എത്തിയ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ മണൽക്കാറ്റിൽപ്പെട്ട് തകർന്നടിഞ്ഞപ്പോൾ അത് അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറുകയായിരുന്നു. ആ പരാജയം അമേരിക്കയുടെ അജയ്യത എന്ന വിശ്വാസത്തെയാണ് തകർത്ത് തരിപ്പണമാക്കിയത്. ഇന്നും ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനതയ്ക്ക് മുന്നിൽ ഈ ചരിത്രം ആവർത്തിച്ച് പറയാറുണ്ട്. ലോകത്തിലെ ഏത് വലിയ ശക്തിയെയും തങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ അത് നിരന്തരം പറയുന്നത്. ആക്രമണങ്ങളിലൂടെയും സൈബർ യുദ്ധങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ഈ പഴയ ചരിത്രം ഇറാൻ ഒരു വലിയ പ്രചോദനം നൽകുന്നുണ്ട്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ 1979 സംഭവിച്ചത് ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പ് പലപ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുമുണ്ട്. മറുവശത്ത് അന്ന് തടവിലാക്കപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥന്റെയും ആ പഴയ ചിത്രം അമേരിക്കയ്ക്ക് മറക്കാനാവാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അമിതമായി വിശ്വസിക്കാതെ അതീവ ജാഗ്രതയോടെയാണ് അമേരിക്കൻ ഭരണകൂടം നീങ്ങുന്നത്. അത്രയ്ക്കും വലിയൊരു നാണക്കേടാണ് അവർ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നേരിട്ടത്. ചരിത്രത്തിൽ ഒരിക്കൽ തങ്ങളെ വിറപ്പിച്ച ഇറാന്റെ ആ കരുത്തിനെ ഇന്നും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഏറെ ഗൗരവത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. നമുക്ക് എന്താണ് പ്രതിസന്ധി എന്നല്ലേ അതിലേക്ക് വരാം. 1979 ഇറാൻ ബന്ദി പ്രതിസന്ധി ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നയതന്ത്ര പ്രതിസന്ധികൾ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഈ സംഭവം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി വഷളാക്കുന്നതിനും അതുപോലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾക്കൊക്കെ ഒരു കാരണക്കാരൻ ഈ 1979 സംഭവമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അത്രത്തോളം അമേരിക്കയ്ക്ക് ഇറാനോട് വിദ്വേഷം ഉണ്ടാകാൻ ഇത് കാരണമായിട്ടുണ്ട്. ഇറാൻ വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട ഷാ മുഹമ്മദ് റെയ്സ് പഹലവിക്ക് ചികിത്സയ്ക്കായി അമേരിക്ക അഭയം നൽകിയതാണ് ഈ പ്രക്ഷോഭത്തിന് ആധാരമായ പെട്ടെന്നുള്ള കാരണം. അതായത് ഷായെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക നിരസിച്ചതോടെ പ്രകോപിതരായ ഇമാമിന്റെ പാത പിന്തുടരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ എന്നറിയപ്പെട്ട ഒരു കൂട്ടം സായുധ വിപ്ലവകാരികൾ 1979 നവംബർ 4 ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. എംബസി മതിൽ ചാടിക്കടന്ന ഇവർ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. തുടക്കത്തിൽ സ്ത്രീകൾക്കും ആഫ്രിക്കൻ അമേരിക്കക്കാർക്കും വിടുതൽ നൽകിയെങ്കിലും ബാക്കി 52 പേരെയും നീണ്ട 404 ദിവസമാണ് അവർ ആ തടവിൽ വെച്ചത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നയതന്ത്രപരമായും അതുപോലെ സാമ്പത്തികമായും വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഇറാന്റെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും എണ്ണ ഇറക്കുമതി നിരോധിക്കുകയും ചെയ്തുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. തുടർന്നാണ് 1980 ഏപ്രിൽ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന സൈനിക രക്ഷാപ്രവർത്തനത്തിന് അമേരിക്ക പദ്ധതിയിട്ടത്. എന്നാൽ ഇറാനിലെ മരുഭൂമിയിൽ വെച്ചുണ്ടായ അതിശക്തമായ മണൽക്കാറ്റ് ഈ നീക്കത്തെ തകർത്ത് തരിപ്പണമാക്കി. അതായത് പ്രകൃതി പോലും ഇറാനൊപ്പം നിന്നു. ഒരു വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് 8 അമേരിക്കൻ സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഈ പരാജയം അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറുകയും അതുപോലെ ജിമ്മി കാർട്ടറുടെ രാഷ്ട്രീയ ഭാവിയെ സാരമായി ബാധിക്കുകയും ചെയ്ത സംഭവമാണ്. ബന്ദി പ്രതിസന്ധി നീണ്ടുപോയത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാകാനുള്ള കാരണമായി. 1980 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാർട്ടറുടെ തോൽവിക്ക് പ്രധാന കാരണങ്ങളൊന്ന് ഈ പരാജയം തന്നെയായിരുന്നു. അതായത് ഇറാന്റെ മണ്ണിൽ നിന്നും അമേരിക്കക്കാരെ രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിഞ്ഞില്ല എന്നൊരു ചീത്ത പേര് അദ്ദേഹത്തിന് വന്നു. ഒടുവിൽ അൾജീരിയൻ സർക്കാരിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1981 ജനുവരി 20 പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് റീഗൻ
സത്യപ്രതിജ്ഞ ചെയ്തതിന് നിമിഷങ്ങൾക്കകം ബന്ദികളെ ഇറാൻ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഇറാൻ ഒരു പൂർണ്ണ ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറുന്നതിനും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി ഇറാൻ മാറുന്നതിനും ഈ സംഭവം നാന്ദി കുറിച്ചു. ഇന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ പ്രധാന വേരുകൾ ഈ 444 ദിവസത്തെ ഉപരോധത്തിൽ ചെന്നാണ് അവസാനിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം, അതായത് 1979 പ്രതിസന്ധിക്ക് ശേഷമുള്ള പതിറ്റാണ്ടുകളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്ര തർക്കങ്ങൾക്കപ്പുറം ഒരു ആഗോള രാഷ്ട്രീയ പോരാട്ടമായി മാറുകയായിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ഇതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങളിലൊന്ന് ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് കണ്ടത്. സദ്ദാം ഹുസൈന്റെ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇറാഖിന് രഹസ്യാന്വേഷണ വിവരങ്ങളും സാമ്പത്തിക സഹായവും നൽകിയത് ഇറാന്റെ ശത്രുത വർദ്ധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. 1988 പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറക്കുകയായിരുന്ന ഇറാൻ എയർ വിമാനം 655 അമേരിക്കൻ യുദ്ധക്കപ്പലായിട്ടുള്ള USS വിൻസെന്റ് വെടിവെച്ചിട്ടത് 290 പേരുടെ മരണത്തിനാണ് കാരണമായത്. ഇതൊരു അബദ്ധമായിരുന്നു എന്ന് അമേരിക്ക വാദിച്ചുവെങ്കിലും ഇറാൻ ഇതിനെ ഒരു മനഃപൂർവ്വമായ ആക്രമണമായിട്ട് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. 90കളിൽ ഇറാൻ ലിബിയ ഉപരോധ നിയമം പോലുള്ള ശക്തമായ സാമ്പത്തിക നിയന്ത്രണങ്ങളിലൂടെ അമേരിക്ക ഇറാന്റെ ഊർജ്ജ മേഖലയെ തളർത്താനുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നതോടെ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ ആണവ പദ്ധതിയായി മാറുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഒറ്റപ്പെടാൻ തുടങ്ങി. എന്നാൽ 2015 ഒബാമ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഒപ്പുവെച്ച ആണവ കരാർ, അതായത് JCPOA ബന്ധങ്ങളിൽ ചെറിയൊരു അയവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 2018 അമേരിക്ക ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറുകയും മാക്സിമം പ്രഷർ എന്ന നയത്തിലൂടെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത് സ്ഥിതി വീണ്ടും വഷളായി. അതായത് 2018 അധികാരത്തിലേറിയത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 2020 ജനുവരിയിൽ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ജനറൽ ഖാസി സുലൈമാനിയെ വധിച്ചത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. ഇതിന് പ്രതികാരമായി ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തി. ഇന്ന് സൈബർ യുദ്ധങ്ങൾ, നിഴൽ യുദ്ധങ്ങൾ, അതായത് പ്രോക്സി വാർസ്, സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയിലൂടെ ഈ ശത്രുത മാറ്റമില്ലാതെ തുടർന്നു വരികയുമാണ്. പശ്ചിമേഷ്യയിലെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പഴയ പകയുടെ കഥ കാണാം. എന്തായാലും 79 എംബസി ഉപരോധം വെറും ഒരു ചരിത്ര സംഭവം എന്നതിലുപരി ഇന്നും തുടരുന്ന അമേരിക്കൻ ഇറാൻ ശത്രുതയുടെ അടിസ്ഥാന ശിലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ 444 ദിവസങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ദേശീയ ബോധത്തിലും നയതന്ത്ര സമീപനങ്ങളിലും ഉണ്ടാക്കിയ മുറിവുകൾ അത്രത്തോളം ആഴമുള്ളത് തന്നെയാണ്. ഇരു കൂട്ടരെയും നമുക്ക് അവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരത്തിന്റെ മേലേറ്റ ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ഈ സംഭവം അവർ കണക്ക് കൂട്ടുന്നത്. ഒരു വൻ ശക്തിയുടെ എംബസിയിലേക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിക്രമിച്ചു കയറി ഉദ്യോഗസ്ഥരെ തടവിലാക്കിയത് അമേരിക്കൻ ജനതയുടെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമേൽപ്പിച്ച സംഭവം തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട ഇറാൻ വിരുദ്ധത ഇന്നും അമേരിക്കയുടെ നയരൂപീകരണത്തിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. ഈ സംഭവത്തിലൂടെ ജനങ്ങൾക്കും ഇറാനോട് ദേഷ്യമായി. ഏത് ചർച്ചകളിലും ഇറാന് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായി എന്ന നിലയിൽ അമേരിക്ക കാണുന്നതിന് പ്രധാന കാരണവും ഈ ചരിത്ര പശ്ചാത്തലം തന്നെയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എംബസി ഉപരോധം എന്നത് വിദേശാധിപത്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. അമേരിക്കൻ എംബസിയെ അവർ ഒരു ചാര കേന്ദ്രം എന്നാണ് വിളിക്കുന്നത് പോലും. അതായത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് തടയാൻ നടത്തിയ വിപ്ലവകരമായ നീക്കമായി ഇറാൻ ഇതിനെ ഇന്നും ആഘോഷിക്കുന്നുണ്ട് എന്നതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം. വർഷാവർഷം ഈ സംഭവത്തിന്റെ വാർഷികം ഇറാൻ വലിയ രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇത് ഇറാനിലെ പുതിയ തലമുറകളിലേക്ക് പോലും അമേരിക്കൻ വിരുദ്ധ മനോഭാവം കൈമാറാൻ കാരണമാവുകയും ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് അമേരിക്ക എന്ന ശത്രുവിനെ ഉയർത്തി കാണിക്കേണ്ടത് ഇറാന്റെ ആവശ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ വളർച്ചയെ തടയുന്നത് തന്നെയായിരുന്നു. ഇതിനെ സാമ്പത്തിക യുദ്ധമായി ഇറാൻ കാണുകയും ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് പകരം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ നിഴൽ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. ആണവ കരാർ പോലുള്ള നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുന്നത് ഈ പഴയ അവിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ്. കരാറുകൾ ലംഘിക്കപ്പെടുമെന്ന് അമേരിക്കയും തങ്ങളെ ചതിക്കുമെന്ന് ഇറാനും ഭയപ്പെടുന്നു.
ചുരുക്കി പറയുകയാണെങ്കിൽ 1979 എംബസി മതിൽ ചാടി കടന്നപ്പോൾ തുടങ്ങിയ ആ തർക്കം ഇന്നും ആധുനിക ലോകക്രമത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു കനലായി അവശേഷിക്കുകയാണ്. പഴയ ആ മുറിവ് ഉണങ്ങാതെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശാശ്വതമായ സമാധാനം എന്നത് അസാധ്യമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുതന്നെയാണ് ഇന്ന് പശ്ചിമേഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും. ഓരോ ചരിത്ര സംഭവങ്ങളും അവർക്കേറ്റ മുറിവ് തന്നെയാണ്. നമുക്കാണ് അത് സംഭവങ്ങളും കഥകളുമായി മാറുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇറാനൊപ്പമാണോ അമേരിക്കയോടൊപ്പമാണോ എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങളൊക്കെ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.